ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഈ സദസ്സിലിരിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബിനെ കുറിച്ചാണ്. ഇസ്ലാമിക ഖലീഫത്തിലെ രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ ബിൻ ഖത്താബ്. പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരിയായിരുന്നു അദ്ദേഹം. ഒന്നാം ഖലീഫ അബൂബക്കറിന് ശേഷം 10 വർഷക്കാലം ഭരണം നടത്തി. ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് ഈജിപ്തും പേർഷ്യയും കീഴടക്കി. മക്കയിൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ ആരാധിച്ചു പോയിരുന്ന ദൈവങ്ങളെല്ലാം തള്ളിപ്പറയുന്ന അതിതീരം രോഷാവുലനായിരുന്നു ഉമർ. ഇസ്ലാമിന്റെ വളർച്ചക്കെതിരെ സ്വന്തമായ എല്ലാ നടപടികളും മക്കക്കാർ സ്വീകരിച്ചിട്ടും അത് വളരുകയാണെന്നും മുഹമ്മദിനെ കൊല്ലപ്പെടുത്തുക മാത്രമാണ് പരിഹാരം എന്ന് തീരുമാനിച്ച ഉമറുല്ലാഹു അതിനായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി ഊരിപ്പിടിച്ച വാളുമായി കുതിരപ്പുറത്ത് പോകുകയായിരുന്നു. ഇത് കണ്ട് അബ്ദുള്ളയുടെ മകനായ നൂം അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അത് വഴങ്ങാതെ മുന്നോട്ടേക്ക് നീങ്ങി. ഉമറിനോട് സഹോദരിയും ഭർത്താവിനെയും ആദ്യം കൊല്ലാനും എന്നിട്ടവ മുഹമ്മദിന്റെ കാര്യമൊന്ന് പറഞ്ഞു. സഹോദരിയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചത് ഇതുവരെ അറിയാതിരുന്ന ഉമറുല്ലാഹു അവരുടെ വീട്ടിലേക്ക് പോയി. അവിടേക്ക് പോയപ്പോൾ ഉമറുല്ലാഹു കണ്ടത് സഹോദരി ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ഇത് കണ്ട് ഉമറുല്ലാഹു അവർ പാരായണം ചെയ്തിരുന്ന ഖുർആൻ ഭാരം വഹിച്ചു അതിൽ ആകർഷകനായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും ചെയ്തു. ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടുത്ത ശത്രുവായിരുന്നു ഉമറുല്ലാഹു. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അടുത്ത സുഹൃത്തും അനുയായിയായി മാറി. തനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമർ ആകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനം നബിക്ക് ഉമറിനോട് അടുത്ത ആദരവ് വ്യക്തമാക്കുന്നു. ഭരണപരമായ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായങ്ങളും ഉമറിനോട് ചോദിക്കാറുണ്ടായിരുന്നു. ഉമറിന്റെ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് ഖുർആൻ അവതരപ്പെട്ടിട്ടുണ്ട്. നബിയുമായുള്ള നിരന്തര സാഹസ്യവും അറിവ് കിട്ടാൻ കാണിച്ച ജാഗ്രതയും സൂക്ഷ്മകാന്തിയും ഖുർആന്റെ ആയവും അർത്ഥവും നന്നായി ഉൾക്കൊള്ളാൻ നബി ഉമറിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഫാറൂഖ് എന്ന വിളിപ്പേര് ലഭിച്ചത്. ഫാറൂഖ് എന്നാൽ സത്യവും അസത്യവും വേർതിരിച്ച് കാണാൻ കഴിയുന്നവനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.